ഹലോ ഗായ്സ് അസ്സലാമു അലൈക്കും എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാനിന്നൊരു അടിപൊളി റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. നമ്മളെ വീട്ടിൽ തന്നെ ഉണ്ടായിട്ടുള്ള ആപ്പിൾ ചാമ്പക്ക എന്ന് പറയും. ഞാൻ മുന്നത്തെ കുറേ വീഡിയോസിൽ ഈ ആപ്പിൾ ചാമ്പക്കനെ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളെ വീട്ടിൽ ഉണ്ടാവുന്ന ഒരു അടിപൊളി ചാമ്പാണ് കേട്ടോ അത്. നല്ല ആപ്പിളിൻ്റെ ഒരു ടേസ്റ്റും കാര്യങ്ങളും നല്ല മധുരമൊക്കെ ഉള്ളതാണ്. അപ്പോൾ നമുക്ക് ഇത് വെച്ചിട്ട് ഒരു അടിപൊളി ഷേക്ക് ഉണ്ടാക്കി എടുക്കണം കേട്ടോ. അപ്പോൾ ഞാൻ അതിനെ ജസ്റ്റ് ചെറുതാക്കി കഷ്ണങ്ങളാക്കിയിട്ട് നുറുക്കി എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഞാൻ ഇതേപോലത്തെ ഒരു ജാറിലോട്ട് അതിനെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യം കുറച്ച് പാലാണ്. അപ്പോൾ ഞാൻ പാല് ഒരു പാക്കറ്റോളം പാലെടുത്തിട്ടുണ്ട്. അതിനെ ഞാൻ കുറച്ചീച്ചായിട്ടാണ് ട്ടോ ആദ്യം എടുക്കണത്. നല്ല നന്നായിട്ട് അരിഞ്ഞു കിട്ടുള്ളൂ. പിന്നെ ഞാൻ ഇതേപോലെ ഒരു 1/4 കപ്പോളം പഞ്ചസാരയും കൂടി എടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നമുക്കിതിനെ നന്നായിട്ടൊന്ന് അടിച്ചെടുക്കണം. അപ്പോൾ നമുക്ക് മിക്സിയിൽ ഇട്ടിട്ട് ഇതിനെ നന്നായിട്ടൊന്ന് അടിച്ചെടുത്തിട്ട് വരാം. അപ്പോൾ ഇത് വളരെ സിമ്പിളാണ് കേട്ടോ ഷേക്ക് ഉണ്ടാക്കാന്ന് വെച്ചാൽ കൂടുതൽ ഇൻഗ്രീഡിയൻസ് ഒന്നും ആവശ്യമില്ല. പാലും പഞ്ചസാരയും പിന്നെ നമ്മൾ ആപ്പിൾ ചാമ്പക്കയും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ അടിച്ചെടുക്കാം ട്ടോ. അപ്പോൾ നമ്മൾ ഷേക്ക് റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഇതിനൊരു ഗ്ലാസ്സിലോട്ട് മാറ്റിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതിനൊരു ഡെക്കറേഷന് വേണ്ടിയിട്ടും ടേസ്റ്റ് കൂടാൻ വേണ്ടിയിട്ടും ഞാൻ കുറച്ച് ഐസ്ക്രീമൊക്കെ അതിലേക്ക് ആഡ് ആക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാനൊരു 2 ടീസ്പൂണോളം ഐസ്ക്രീം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ഐസ്ക്രീം ഇടാം കേട്ടോ. ഇനി നമുക്ക് നേരത്തെ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ആപ്പിൾ ചാമ്പക്കയുടെ ഒരു കഷ്ണം കൂടി വെച്ച് കൊടുത്തതിന് ശേഷം ഇതിനെ നന്നായിട്ടൊന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഇത്രേ ഉള്ളൂ, കണ്ടില്ലേ? വളരെ സിമ്പിളായിട്ടാണ് ട്ടോ നമ്മൾ ഷേക്ക് എടുത്തത്. ഈ വേനൽക്കാലത്ത് നമുക്ക് കുടിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഡ്രിങ്ക് ആയിരിക്കും ട്ടോ. നമ്മളെ വീട്ടിൽ തന്നെ ഉണ്ടാവണല്ലേ ഈ ചാമ്പക്കയും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഒക്കെ വെച്ചിട്ട് നമുക്ക് നല്ലൊരു ജ്യൂസൊക്കെ ഉണ്ടാക്കിയിട്ട് ഇതേപോലെ ഷേക്കൊക്കെ ഉണ്ടാക്കിയിട്ട് എല്ലാവർക്കും കൊടുക്കട്ടെ. അപ്പോൾ ഞാൻ ബാക്കിയുള്ള ഷേക്കൊക്കെ എടുത്തിട്ട് വീട്ടിലെല്ലാവർക്കും കൂടിയിട്ട് ഇതേപോലെ ഐസ്ക്രീമൊക്കെ ഇട്ടെടുത്ത് കൊടുക്കേണ്ട. അപ്പോൾ നിങ്ങൾ എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ.